ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആത്മകഥാ വിവാദത്തിൽ വീണ്ടും പരിശോധന നടത്താൻ CPM ജയരാജനെ വിശ്വാസമെന്ന നിലപാട് തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദം ഒഴിവാക്കാൻ വേണ്ടിയാണ്. പുറത്തുവന്ന വഴി വ്യക്തമല്ലെങ്കിലും പരാമർശങ്ങൾ ജയരാജന്റേത് തന്നെയെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പാർട്ടി. ആത്മകഥാ വിവാദത്തിന് പിന്നിൽ തനിക്കെതിരായ ഗൂഢാലോചനയെന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ EP ജയരാജൻ വിശദീകരിച്ചെങ്കിലും നേതൃത്വത്തിന് അക്കാര്യത്തിൽ വിശ്വാസം പോരുന്നതാണ് യാഥാർത്ഥ്യം. വിവാദം ഒഴിവാക്കാൻ തൽക്കാലം ജയരാജന്റെ വിശദീകരണം വിശ്വസിക്കുന്നുവെന്നാണ് പാർട്ടി നിലപാട്. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വിഷയത്തിൽ വീണ്ടും പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് CPM. വിവാദ പരാമർശങ്ങൾ പുറത്തുവിട്ടത് താനല്ലെന്ന EP-യുടെ വാദം അംഗീകരിച്ചാലും ആത്മകഥ ജയരാജന്റേതല്ലെന്ന് സമ്മതിച്ചു കൊടുക്കാൻ നേതൃത്വം തയ്യാറാകില്ല. സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതലുള്ള കാര്യങ്ങളടക്കം ഉൾപ്പെടുത്തിയ ആത്മകഥാ ഭാഗങ്ങൾ EP-യുടേത് തന്നെയെന്ന നേതാക്കൾക്ക് ഉറപ്പുമുണ്ട്. പോലീസ് അന്വേഷണത്തിൽ പുറത്തുവരുന്ന വസ്തുതകളും CPM നിലപാടിനെ സ്വാധീനിക്കും. 75 വയസ്സ് പ്രായപരിധിയോടെടുക്കുന്നതിനാൽ കേന്ദ്ര കമ്മിറ്റിയിൽ ജയരാജന് ഇനിയൊരു അവസരം ലഭിക്കാൻ സാധ്യതയില്ല. പിണറായി വിജയന് ഇളവ് ലഭിക്കുമെന്നതിനാൽ PB-യിലേക്കും EP പരിഗണിക്കപ്പെടില്ല. ഈ സാഹചര്യത്തിൽ തന്നെ ഒതുക്കിയവർക്കെതിരായ തുറന്നു പറച്ചിലിനായി പരിപ്പുവടയും കട്ടൻ ചായയും ജയരാജൻ ഉപയോഗപ്പെടുത്തിയെന്നാണ് നേതൃത്വം കരുതുന്നത്. വിശ്രമജീവിതം നയിക്കുന്ന VS അച്യുതാനന്ദനൊപ്പം പിണറായി വിജയനെതിരെയും പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയത് പകപോക്കൽ തന്നെയെന്നും പാർട്ടി വിലയിരുത്തുന്നു. ജനം, തിരുവനന്തപുരം.